ഹലോ, കേരള യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്കായിട്ടുള്ള ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സ് എന്ന ടെക്സ്റ്റിലെ 4ാമത്തെ ലെസനാണ് പഠിക്കുന്നത്. പോയമാണ്. ടൈറ്റിൽ വി ആർ ഗോയിങ്. ഓതർ ഉഡ്ജരു നുനുക്കൽ. പോയം വായിക്കുന്നതിന് മുൻപേ ഓതറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇൻട്രൊഡക്ഷൻ. ഉഡ്ജരു നുനുക്കൽ, ഓൾസോ കോൾഡ് കാത്ത് വാക്കർ, was an Aboriginal rights activist, educator and cultural ambassador. ന്യൂനുക്കൽ ഒരു ഓസ്ട്രേലിയൻ റൈറ്ററാണ്. ഓസ്ട്രേലിയയിലെ നോർത്ത് സ്റ്റാർബ്രോക്ക് ഐലൻഡിൽ 1920 ന്യൂനുക്കൽ ജനിക്കുന്നത്. 1993 അവർ മരണപ്പെട്ടു. ന്യൂനുക്കൽ കാത്ത് വാക്കർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അവർ ഒരു ഓസ്ട്രേലിയൻ അബോറിജിനൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ്, എഡ്യൂക്കേറ്ററാണ്, അതുപോലെ കൾച്ചറൽ അംബാസഡറാണ്. ഓസ്ട്രേലിയയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളെയാണ് അബോറിജിനൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്ത ഒരു ആക്ടിവിസ്റ്റായിരുന്നു ന്യൂനുക്കൽ. അതുപോലെ അവരൊരു എഡ്യൂക്കേറ്ററായിരുന്നു. അബോറിജിനൽ കൾച്ചർ റെപ്രസെൻ്റ് ചെയ്യുന്ന, കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബോറിജിനൽ കൾച്ചറിൻ്റെ ഒരു അംബാസഡർ കൂടെ ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. ഷി വാസ് ബോൺ ടു എഡ്വേർഡ് റസ്ക ആൻഡ് ലൂസി ആസ് കാതലീൻ ജീൻ മാരി റസ്ക ഇൻ നോർത്ത് സ്റ്റാർബ്രോക്ക് ഐലൻഡ്. കാത്ത് വാക്കർ അല്ലെങ്കിൽ ന്യൂനുക്കലിൻ്റെ പിതാവിൻ്റെ പേര് എഡ്വേർഡ് റസ്ക എന്നാണ്. അമ്മയുടെ പേര് ലൂസി. ന്യൂനുക്കലിൻ്റെ ശരിക്കുമുള്ള പേര് ഇങ്ങനെയാണ്: കാതലീൻ ജീൻ മേരി റസ്ക. അവർ ജനിച്ചത് ഓസ്ട്രേലിയയിലെ സ്റ്റാർബ്രോക്ക് ഐലൻഡിലാണ്. ഹർ ഫാദർ ബിലോങ് ടു ദ ന്യൂനുക്കൽ ട്രൈബ് ഹു വെയർ ദ ട്രഡീഷണൽ ഇൻഹാബിറ്റൻസ് ഓഫ് മിഞ്ചരിബ. അവരുടെ പിതാവ് ഒരു ന്യൂനുക്കൽ ട്രൈബിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല ഇവർ പാരമ്പര്യമായിട്ട് കാലാകാലങ്ങളായിട്ട് മിഞ്ചരിബ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. മിഞ്ചരിബ എന്ന് പറയുന്നത് നോർത്ത് സ്റ്റാർബ്രോക്ക് ഐലൻഡിൻ്റെ പഴയ പേരാണ്. ഹിസ് അബോറിജിനൽ ആക്ടിവിസം ടു ബെറ്റർ ദ കണ്ടീഷൻസ് ഓഫ് അബോറിജിനൽ വർക്കേഴ്സ് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ഹർ വിച്ച് ഷി വാസ് ടു ടേക്ക് അപ്പ് ലേറ്റർ ഇൻ ഹർ ലൈഫ്. എഡ്വേർഡ് റസ്ക, അതായത് കാത്ത് വാക്കറിൻ്റെ പിതാവ്, ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ന്യൂനുക്കൽ ട്രൈബിൽപ്പെട്ട ആളുകളുടെ ലൈഫ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ കഠിനമായിട്ട് അധ്വാനിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇത് കണ്ടു വളർന്നതാണ് കാത്ത് വാക്കർ. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അവരുടെ ലൈഫിലും അവർ ഈ പാത തന്നെ പിന്തുടർന്നു. തൻ്റെ അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ അവർ കണ്ടിന്യൂ ചെയ്തു. ഷീ അഡോപ്റ്റഡ് ദ ട്രഡീഷണൽ നെയിം ഓഫ് ഉഡ്ജരു നുനുക്കൽ ഇൻ 1988 ടു എക്സ്പ്രസ് ഹെർ സോളിഡാരിറ്റി വിത്ത് ഹെർ ട്രൈബ്. 1988 കാത്ത് വാക്കർ തൻ്റെ പേര് കാതലീൻ ജീൻ മേരി റസ്ക എന്ന പേര് മാറ്റിയിട്ട് ഒരു ട്രഡീഷണൽ പേര് സ്വന്തമാക്കുന്നു. അതാണ് ഉഡ്ജരു ന്യൂനുക്കൽ. താൻ ഉൾപ്പെടുന്ന ട്രൈബിനോടുള്ള ഒരു സ്നേഹവും ഒരു യൂണിറ്റിയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പേരിങ്ങനെ സെലക്ട് ചെയ്തത്. ഉഡ്ജരു മെൻറ്റ് പേപ്പർ ബാർക്ക് ആൻഡ് ന്യൂനുക്കൽ വാസ് ദ ട്രൈബ്. ഉഡ്ജരു എന്ന വാക്കിൻ്റെ മീനിങ് പേപ്പർ ബാർക്ക് എന്നതാണ്. അത് ഒരു തരം ട്രീ ആണ്. ന്യൂനുക്കൽ എന്നത് ട്രൈബിൻ്റെ പേരാണ്. കാത്ത് വാക്കർ ഓൾസോ ചേഞ്ച് ഹെർ നെയിം ഇൻ 1988 ആസ് എ വേ ഓഫ് സ്ട്രിപ്പിംഗ് ദ ലേബൽ ഗിവൻ ടു ഹെർ ബൈ ഇൻവേഡിംഗ് ഫോഴ്സസ് ആൻഡ് അഡോപ്റ്റഡ് എ ട്രഡീഷണൽ നെയിം. തൻ്റെ നാട്ടിലേക്ക് ഇൻവേഡ് ചെയ്ത് വന്ന് കയറിയ, തങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ജനതയുടെ ഒരു തരത്തിലുള്ള സ്വാധീനം തനിക്ക് ആവശ്യമില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് ആ പേര് മാറ്റിയിട്ട് ഒരു ട്രഡീഷണൽ നെയിം എടുത്തത്. വി ആർ ഗോയിങ് വാസ് ഹർ ഫസ്റ്റ് വോളിയൂം ഓഫ് പോയട്രി ആൻഡ് ദ ഫസ്റ്റ് ടു ബി പബ്ലിഷ്ഡ് ബൈ എൻ ഓസ്ട്രേലിയൻ അബോറിജിനൽ വുമൺ. 1964 പബ്ലിഷ് ചെയ്ത വി ആർ ഗോയിങ് എന്ന പോയട്രി കളക്ഷൻ ഒരു ഓസ്ട്രേലിയൻ അബോറിജിനൽ വുമൺ എന്ന രീതിയിൽ ആദ്യത്തേതായിരുന്നു. ഈ പോയട്രി കളക്ഷനകത്താണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അടുത്തതായി പോയം എന്താണെന്നുള്ളത് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനിലൂടെ നോക്കാം. The poem we are going deals with the themes of colonization, oppression, dispossession and cultural disinheritance. We are going എന്ന ഈ പോയത്തിൻ്റെ മെയിൻ തീംസ് എന്ന് പറയുന്നത് കോളനൈസേഷൻ, ഒപ്രഷൻ, ഡിസ്പൊസഷൻ ആൻഡ് കൾച്ചറൽ ഡിസ്ഇൻഹെറിറ്റൻസ് എന്നിവയാണ്. The tone of the poem is quite melancholic as the poet describes the coming of the white settlers and the consequent eroding of the aboriginal ways. The white man snatched their land, converted it to garbage dumping grounds and stripped them of their customs. The aboriginals became total strangers in their own land. The poem does not have a distinct structure but paints the loss of land, tradition, culture and customs in a very poignant way. ഈ പോയം വളരെ മെലങ്കോളിക്കായ ഒരു ടോണിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ പോയത്തിൽ വൈറ്റ് സെറ്റിലേഴ്സ് തങ്ങളുടെ നാട്ടിൽ വന്നതിനെക്കുറിച്ചും അവർ തങ്ങളുടെ നാടിനെ തട്ടിയെടുത്ത് തങ്ങളുടെ നാടിനെ ഒരു ഗാർബേജ് ഡംപിങ് ഗ്രൗണ്ടായിട്ട് മാറ്റിയതിനെക്കുറിച്ചും തങ്ങളുടെ കസ്റ്റംസും അതുപോലെ ഞങ്ങളുടെ കൾച്ചർ എല്ലാം തന്നെ മാറ്റി മറിച്ചതിനെക്കുറിച്ചും പറയുന്നു. ആ നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ട ഞങ്ങൾ അവിടെ ആരുമല്ലാതായി മാറുന്ന ഒരവസ്ഥ. പോയം വായിക്കുന്നതിന് മുൻപേ ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി വളരെ ചുരുക്കമായ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. 50,000 മുതൽ 65,000 വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് ജനങ്ങൾ പല നാടുകളിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയത്. എന്നാൽ ഒരു യൂറോപ്യൻ ആദ്യമായി ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് 1606 അത് ഒരു ഡച്ച് നാവിഗേറ്ററായിരുന്നു. 1788 ബ്രിട്ടീഷുകാർ ഓസ്ട്രേലിയയിൽ എത്തുന്നത്. അവർ 1788 ഒരു കോളനി അവിടെ സ്ഥാപിക്കുന്നു. അതൊരു പീനൽ കോളനി ആയിരുന്നു. അതായത് ബ്രിട്ടനിൽ നിന്നും പ്രിസണേഴ്സായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നവരെ നാട് കടത്തി അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു കോളനിയായിരുന്നു ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഓസ്ട്രേലിയയിൽ സ്ഥാപിച്ചത്. എന്നാൽ പിന്നീട് കൂടുതൽ കോളനികൾ അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ നാട്ടിലെ ഉണ്ടായിരുന്ന അബോറിജിനലായിട്ടുള്ള ഓസ്ട്രേലിയൻസ് വീക്ക് ആവുകയും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പല രോഗങ്ങളും പിടിപെട്ട് ധാരാളം പേര് മരണപ്പെടുകയും ചെയ്തു. അവിടേക്ക് കടന്നു വന്ന കോളനിസ്റ്റും അതുപോലെ തന്നെ ആ നാട്ടിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ പതിവായിരുന്നു. എന്തായാലും കൊളോണിയലിസത്തിൻ്റെ ഫലമായിട്ട് വർഷങ്ങളോളം ആ നാട്ടുകാർക്ക് ഒരുപാട് ദുരന്തങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് ജാനുവരി 1, 1901 ഓസ്ട്രേലിയ ഒരു കോമൺവെൽത്തായിട്ട് മാറുകയും ചെയ്തു. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുമാണ് ഈ പോയത്തിലൂടെ ഓഥർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. വി ആർ ഗോയിങ് by Udjaru Nunukal. They came into the little town, a semi-naked band, subdued and silent, all that remained of their tribe. പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതോ കുറച്ച് ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. They came into the little town. അതായത് ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ പട്ടണം. ആ പട്ടണം ഉറപ്പായും ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരായിരിക്കും. ആ പട്ടണത്തിലേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. ഇനി അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എ സെമി നേക്കഡ് ബാൻഡ്, സബ്ഡ്യൂഡ് ആൻഡ് സൈലൻറ്റ്. അവരുടെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നു. ദേ ആർ സെമി നേക്കഡ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് ആ ഗ്രൂപ്പിനകത്തുള്ളൂ, ആ ബാൻഡിനകത്തുള്ളൂ. അവർ സബ്ഡ്യൂഡാണ്, സൈലൻ്റാണ്. ആരൊക്കെ അവരെ അടിച്ചമർത്തി വെച്ചതുപോലെ വളരെ ഫോഴ്സ്ഫുള്ളി അവർ സൈലൻ്റ് ആക്കിയതുപോലെയായിരുന്നു അവർ വരുന്നത്. ഇനി അവരാരായിരുന്നു? ഓൾ ദാറ്റ് റിമൈൻഡ് ഓഫ് ദെയർ ട്രൈബ്. അവർ ഉൾപ്പെടുന്ന ട്രൈബിൽ ബാക്കി വന്ന് അവശേഷിച്ച കുറച്ച് പേർ. ദേ കെയിം ഹിയർ ടു ദ പ്ലേസ് ഓഫ് ദെയർ ഓൾഡ് ബോറ ഗ്രൗണ്ട് വെയർ നൗ ദ മെനി വൈറ്റ് മെൻ ഹറി അബൌട്ട് ലൈക്ക് ആൻസ്. അവർ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് വന്നത് എന്തോ ഒന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവരുടെ പ്രതീക്ഷ ഇങ്ങനെയായിരുന്നു: അവരുടെ പഴയ ആ ബോറ ഗ്രൗണ്ട് അത് കാണുക, അല്ലെങ്കിൽ അവിടേക്ക് വരിക എന്ന പ്രതീക്ഷയുടെ കൂടെ എന്ന ഉദ്ദേശത്തിലാണ് അവർ അങ്ങോട്ടേക്ക് വന്നത്. ബോറ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സേക്രഡ് ലാൻഡാണ്.
ഓസ്ട്രേലിയയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള അബോറിജിനൽസ് അവരവരുടെ സെറിമണീസ്, അവരുടെ ലൈഫിലെ റിച്വൽസ്, അവരുടെ ആചാരങ്ങൾ എല്ലാം തന്നെ നടത്തുന്ന ഒരു സേക്രഡ് പ്ലേസാണ് ബോറ ഗ്രൗണ്ട്. നമുക്കറിയാം, ഏതൊരു സേക്രഡ് പ്ലേസ് ആണെങ്കിലും അവിടെ അധികം ആരും പെട്ടെന്ന് കയറി ചെല്ലാറില്ല, കുറച്ചൊന്ന് മാറി നിൽക്കും. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. അവിടെ എങ്ങനെയാണ്? വെയർ നൗ ദ മെനി വൈറ്റ് മെൻ ഹറി അബൌട്ട് ലൈക്ക് ആൻഡ്സ്. അവിടെ ഇപ്പോൾ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതെല്ലാം വൈറ്റ് മെൻ ആണ്. അവർ ആൻഡ്സ് കണക്കെ, ഉറുമ്പ് കണക്കെ വളരെ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നടക്കുന്നുണ്ട്. തങ്ങളുടെ സ്ഥലത്തേക്ക്, തങ്ങളുടെ ആ ഒരു സേക്രഡ് പ്ലേസിലേക്ക് അവർ എങ്ങനെയാണോ ഉദ്ദേശിച്ച് വരുന്നത്, ആ ഒരു കണ്ടീഷനിലല്ല, ആ ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ ആ സ്ഥലം നിലനിൽക്കുന്നത്. തങ്ങളുടെ സ്വന്തം നാട്ടിൽ എണ്ണത്തിൽ കുറവാകുമെന്ന് പറയുന്നത് അതൊരു ദുരിതം തന്നെയാണ്. അവിടേക്ക് ഇൻവേഡ് ചെയ്ത് വന്ന ആൾക്കാർ അവരൊരു മെജോറിറ്റി ആവുകയും അവിടെ തന്നെയുള്ള നാട്ടുകാർ, സാധാരണക്കാരായ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള നാട്ടുകാർ, അവർ എണ്ണത്തിൽ കുറവാവുകയും ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം അവരനുഭവിക്കുന്ന ദുരന്തം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോട്ടീസ് ഓഫ് ദ എസ്റ്റേറ്റ് ഏജൻറ് റീഡ്സ് റബ്ബിഷ് മേ ബി ടിപ്ഡ് ഹിയർ. നൗ ഇറ്റ് ഹാഫ് കവേഴ്സ് ദ ട്രേസസ് ഓഫ് ദ ഓൾഡ് ബോറ റിംഗ്. തങ്ങളുടെ സേക്രഡ് ലാൻഡ് ഒരു തിരക്ക് പിടിച്ച സ്ഥലമായി മാറിക്കഴിഞ്ഞു എന്നത് മാത്രമല്ല, അവിടെ ഒരു നോട്ടീസ് അവിടുത്തെ എസ്റ്റേറ്റ് ഏജൻറ്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: റബ്ബിഷ് മേ ബി ടിപ്ഡ് ഹിയർ. അവർ വളരെ സേക്രഡായിട്ട് സൂക്ഷിച്ചിരുന്ന ആ ഒരു പ്ലേസ് അവിടെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു. മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ, അവരുടെ ബോറ റിങ്ങിൻ്റെ ഏകദേശം പകുതി ഭാഗവും വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. വി ആർ ആസ് സ്ട്രേഞ്ചേഴ്സ് ഹിയർ നൗ, ബട്ട് ദ വൈറ്റ് ട്രൈബ് ആർ ദ സ്ട്രേഞ്ചേഴ്സ്. വി ബിലോങ് ഹിയർ, വി ആർ ഓഫ് ദ ഓൾഡ് വേയ്സ്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഇതാണ്: വി ആർ ആസ് സ്ട്രേഞ്ചേഴ്സ് ഹിയർ നൗ. ഇപ്പോൾ ഞങ്ങളുടെ സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ്, ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഞങ്ങളിപ്പോൾ സ്ട്രേഞ്ചേഴ്സാണ്. എന്നാൽ ശരിക്കും ആരാണ് സ്ട്രേഞ്ചേഴ്സ് ആകേണ്ടിയിരുന്നത്? ദ വൈറ്റ് ട്രൈബ് ആർ ദ സ്ട്രേഞ്ചേഴ്സ്. ശരിക്കും അവരാണ് സ്ട്രേഞ്ചേഴ്സ് ആകാനുള്ളത്. വി ബിലോങ് ഹിയർ, വി ആർ ഓഫ് ദ ഓൾഡ് വേയ്സ്. ഞങ്ങളാണ് ഇവിടുത്തെ ആളുകൾ, ഞങ്ങൾ ഇവിടെ ഉള്ളതാണ്. ഇവിടുത്തെ പഴയ രീതികളും ഇവിടുത്തെ പഴയ കാര്യങ്ങളും എല്ലാം ഞങ്ങളുടേതാണ്, അതെല്ലാം ഞങ്ങളാണ്. വി ആർ ദ കൊറബറി ആൻഡ് ദ ബോറ ഗ്രൗണ്ട്. വി ആർ ദ ഓൾഡ് സെറിമണീസ്, ദ ലോസ് ഓഫ് ദ എൽഡേഴ്സ്. തങ്ങൾ എന്താണ് എന്നുള്ളത് ഓദർ വീണ്ടും പറയുന്നു. വി ആർ ദ കൊറബറി. കൊറബറി എന്ന് പറയുന്നത് വളരെ റിച്വലായിട്ട് അവർ ആചാരം പോലെ സൂക്ഷിച്ചിരുന്ന, ചെയ്തിരുന്ന ഒരു സേക്രഡ് ഡാൻസ് സെറിമണിയാണ്. ഓദർ പറയുന്നത് ഞങ്ങളുടേതാണ് ആ സെറിമണി, അല്ലെങ്കിൽ ഞങ്ങളാണത്. ആൻഡ് ദ ബോറ ഗ്രൗണ്ട്, വി ആർ ദ ഓൾഡ് സെറിമണീസ്, ദ ലോസ് ഓഫ് ദ എൽഡേഴ്സ്. ഞങ്ങൾ ചെയ്തിരുന്ന എല്ലാ പഴയ സെറിമണീസും, അല്ലെങ്കിൽ ഞങ്ങളുടെ എൽഡേഴ്സ്, ഞങ്ങളുടെ മൂപ്പന്മാർ പറഞ്ഞിരുന്ന നിയമങ്ങൾ, ലോസ്, അതെല്ലാം തന്നെ ഞങ്ങളുടേതായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു, അതെല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ അങ്ങനെയല്ല. വി ആർ ദ വണ്ടർ ടെയിൽസ് ഓഫ് ഡ്രീം ടൈം, the tribal legends told. We are the past, the hunts and the laughing games, the wandering campfires. We are the lightning bolt over Gafamba Hill, quick and terrible, and the thunder after him, the loud follow. കമ്പാരിസൺ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. വീണ്ടും അബോറിജിനൽസിനെ അവർ വീണ്ടും കമ്പയർ ചെയ്യുന്നത് വേറെയും പല കാര്യങ്ങളുമായിട്ടാണ്. വി ആർ ദ വണ്ടർ ടെയിൽസ് ഓഫ് ഡ്രീം ടൈം. ഡ്രീം ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയൻ അബോറിജിനൽസിൻ്റെ മിത്തോളജി സംബന്ധിച്ചിടത്തോളം ദ ടൈം ഓഫ് ക്രിയേഷൻ, അതാണ് ഡ്രീം ടൈം. അവർ പറയുന്നത് ആ ഡ്രീം ടൈമിൽ പറയുന്ന ടെയിൽസ്, വളരെ വണ്ടർഫുള്ളായ ടെയിൽസ്, അതൊക്കെ ഞങ്ങളതാണ്, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ളതാണ്. ദ ട്രൈബൽ ലെജൻഡ്സ് ടോൾഡ്. ട്രൈബൽ ലെജൻഡുകളിൽ പറയുന്ന കഥകളിലെ ക്യാരക്ടേഴ്സ് അത് ഞങ്ങളാണ്. വി ആർ ദ പാസ്റ്റ്, ദ ഹൺസ് ആൻഡ് ദ ലോഫിംഗ് ഗെയിംസ്. ഞങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഞങ്ങളാണ് അവിടുത്തെ ഹിസ്റ്ററി. ഞങ്ങളവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഹണ്ടിങ്, അതുപോലെ ലോഫിംഗ് ഗെയിംസ്, ഞങ്ങളെ സന്തോഷിപ്പിച്ച പലതരം ഗെയിംസ്, ദ വാണ്ടറിങ് ക്യാമ്പ് ഫയേഴ്സ്, ഇതെല്ലാം ഞങ്ങളുടെ ഭാഗമായിരുന്നു. വി ആർ ദ ലൈറ്റ്നിങ് ബോൾട്ട്
over a Gafferberg hill, quick and terrible. ഓസ്ട്രേലിയയിലെ ഗാഫംബർഗ് ഹില്ലിൽ കണ്ടിരുന്ന ഇടിമിന്നൽ അത് ഞങ്ങളുടേതായിരുന്നു. ആൻഡ് ദ തണ്ടർ ആഫ്റ്റർ ഹിം ദ ലൗഡ് ഫോളോ. അതിനുശേഷം കേട്ട അലർച്ചയോടുകൂടെ കേട്ട ആ തണ്ടർ ശബ്ദം അതും ഞങ്ങളായിരുന്നു. വി ആർ ദ ക്വയറ്റ് ഡേ ബ്രേക്ക് പെയിലിംഗ് ദ ഡാർക്ക് ലഗൂൺ. ലഗൂൺ എന്ന് പറയുന്നത് കടലിൽ നിന്ന് മാറി അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന വളരെ ഷാലോ ആയിട്ടുള്ള വെള്ളക്കെട്ടുകളാണ് ലഗൂൺ. ഡാർക്കായിരിക്കുന്ന ലഗൂണിനെ ഡേ ബ്രേക്കിൽ അല്ലെങ്കിൽ പ്രഭാതത്തിൽ അതിന് ഒരു പ്രകാശം കൊടുക്കുന്നത് ഞങ്ങളാണ്. വി ആർ ദ ഷാഡോ ഗോസ് ക്രീപ്പിംഗ് ബാക്ക് ആറ്റ് ദ ക്യാമ്പ് ഫയേഴ്സ് ബേൺ ലോ. ക്യാമ്പ് ഫയർ അത് എരിഞ്ഞ് തീരാറാകുന്ന സമയത്ത് അതിന് പുറകിലായിട്ട് അത് വയ്ക്കുന്ന അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ചില നിഴലുകൾ അത് ഞങ്ങളാണ്. അല്ലെങ്കിൽ ആ ഷാഡോ ഗോസ് എന്ന് പറയുന്നത് അത് ഞങ്ങൾ തന്നെയാണ്. വി ആർ ദ നേച്ചർ ആൻഡ് ദ പാസ്റ്റ്, ഓൾ ദ ഓൾഡ് വേസ് ഗോൺ നൗ ആൻഡ് സ്കാറ്റേർഡ്. ഞങ്ങളുടെ ചുറ്റും കണ്ട ആ പ്രകൃതിയും അതിലെ പല നിഴലുകളും അതിലെ വെളിച്ചവും അവിടെ കേട്ട പല ശബ്ദങ്ങളും എല്ലാം ഞങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം സ്കാറ്റേർഡായി. ദ shrubs ആർ ഗോൺ, ദ ഹണ്ടിങ് ആൻഡ് ദ ലാഫ്റ്റർ. ദുരന്തങ്ങൾ അനുഭവിച്ച് തീർത്തത് ഞങ്ങൾ മാത്രമല്ല, ആ പ്രകൃതിയും കൂടെയായിരുന്നു. അവിടുത്തെ കുറ്റിച്ചെടികളും കുറ്റിക്കാടുകളും എല്ലാം പോയി കഴിഞ്ഞു. ഹണ്ടിങ് അതും ഇല്ലാതായി. അതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു സന്തോഷം, ചിരി, ദ ലാഫ്റ്റർ അതും ഇല്ലാതായി. ദ ഈഗിൾ ഈസ് ഗോൺ, ദ എമു ആൻഡ് ദ കങ്കാരു ആർ ഗോൺ ഫ്രം ദിസ് പ്ലേസ്. ദ ബോറ റിംഗ് ഈസ് ഗോൺ, ദ കൊറബറി ഈസ് ഗോൺ ആൻഡ് വി ആർ ഗോയിങ്. തങ്ങൾക്കൊപ്പം ആ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം അവിടെ നിന്ന് ഇല്ലാതായത് ആ പ്രകൃതിയും പക്ഷികളും എല്ലാം തന്നെയായിരുന്നു. ദ ഈഗിൾ ഈസ് ഗോൺ, പക്ഷികളും പോയി കഴിഞ്ഞു. ദ എമു ആൻഡ് ദ കങ്കാരു, ആനിമൽസും എല്ലാം പോയി കഴിഞ്ഞു. ദ ബോറ റിംഗ് ഈസ് ഗോൺ, അവിടെ സേക്രഡ് ആയിട്ടുള്ള പ്ലേസ് അതും പോയി കഴിഞ്ഞു. അതിനിപ്പോൾ ഒരു പരിപാവനതയും ഇപ്പോൾ അതിന് ഇല്ലാതായിരിക്കുന്നു. ദ കൊറബറി ഈസ് ഗോൺ, അവരുടെ ആ ഒരു ഡാൻസ് വളരെ സേക്രഡായിട്ട് അവർ ചെയ്തിരുന്ന ആ ഡാൻസ് പെർഫോമൻസ് അതെല്ലാം ഇല്ലാതായിരിക്കുന്നു. ആൻഡ് വി ആർ ഗോയിങ്, ഇനി ഞങ്ങളും കൂടെയുള്ളൂ, ഞങ്ങളും പോവുകയാണ്. അതായത് ഞങ്ങളും ഇനി ഇല്ലാതാവുകയാണ്. ഒരു ട്രൈബിൻ്റെ തകർച്ചയാണ്, പൂർണ്ണമായ ഒരു തകർച്ചയാണ് ഇതിനകത്ത് പറയുന്നത്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നാടിൻ്റെ സംസ്കാരവും അവിടുത്തെ റിച്വൽസും അവിടുത്തെ കസ്റ്റംസ് അവിടുത്തെ ആളുകൾ എന്തിനാ പ്രകൃതി പോലും ഇല്ലാതായി പോയൊരവസ്ഥയാണ് ഈ പോയത്തിലൂടെ നമുക്ക് ഓഥർ പറഞ്ഞു തരുന്നത്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. പിന്നെ മെയിൻ തീംസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു: കോളനൈസേഷൻ, ഓപ്രഷൻ, ഡിസ്പൊസഷൻ ആൻഡ് കൾച്ചറൽ ഡിസ്ഇൻഹെറിറ്റൻസ്. തങ്ങളുടെ നാട്ടിലേക്ക് കോളനീസ് ആയിട്ട് വരികയും തങ്ങളെ ഒപ്രസ് ചെയ്യുകയും തങ്ങളുടെ വസ്തുവകളും തങ്ങളുടെ നാടും മൊത്തം തങ്ങളുടെ കയ്യിൽ നിന്നും എടുത്തു കളയുകയും തങ്ങളുടെ കൾച്ചർ പോലും അത് തങ്ങളുടേതല്ലാതാക്കി തീർക്കുകയും അത് തുടച്ചു മാറ്റുകയും ചെയ്ത ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മെലങ്കോളിക്കായ രീതിയിലാണ് ഈ പോയം മുന്നോട്ട് പോകുന്നത്. അബോറിജിനൽസ് അവിടെ ടോട്ടലായിട്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മാറുന്നതാണ് കാണുന്നത്. ഈ പോയത്തിനകത്ത് പോയറ്റിക് ടെക്നിക്സ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, സിമിലീസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമേജസ് ആയിട്ടുള്ള സൗണ്ട്, വിഷ്വൽ ഇമേജസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പോയത്തിനൊരു പ്രത്യേകിച്ചൊരു സ്ട്രക്ചർ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എന്നാൽ ഒരു ലാൻഡും അവിടുത്തെ ട്രഡീഷനും അവിടുത്തെ കൾച്ചറും കസ്റ്റം എല്ലാം തന്നെ എടുത്തു മാറ്റപ്പെട്ട ആ ഒരു അവസ്ഥ വളരെ ഷാർപ്പായിട്ട് ഈ പോയത്തിലൂടെ നമുക്ക് ഓഥർ പറഞ്ഞു തരുന്നുണ്ട്. ഈ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിച്ച് കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തുക. താങ്ക് യു.